നമസ്കാരം. അരനൂറ്റാണ്ട് കാലത്തിലേറെയായി മലയാളികൾ യുകെയിലുണ്ടെങ്കിലും 2024 പോലെ ഒരു വർഷം മലയാളി കുടിയേറ്റ ചരിത്രത്തിൽ ഇനി സംഭവിക്കുമോ എന്ന ചോദ്യമുയർത്തിയാണ് ഇന്നലെ കടന്നുപോയിരിക്കുന്നത്. ബ്രിട്ടന്റെ വിദ്യാഭ്യാസ നഗരത്തിന് മലയാളി മേയറെയും ബ്രിട്ടീഷ് പാർലമെന്റിൽ ആഷ്ഫോർഡിൽ നിന്നും മലയാളി എംപിയെയും സമ്മാനിച്ച വർഷം ഇപ്പോൾ രാജ്യത്തെ 7.5 ലക്ഷം നഴ്സുമാരുടെ നേതാവായും ഒരു മലയാളിയെ സമ്മാനിച്ചതോടെയാണ് 2024 സമാനതകളില്ലാത്ത ചരിത്ര നേട്ടം സൃഷ്ടിക്കുന്നത്. കേംബ്രിഡ്ജിൽ നിന്നും മലയാളിയായ ബൈജു വർക്കി തിട്ടാല മേയർ ആയപ്പോഴും ആഷ്ഫോർഡിൽ നിന്നും സോജൻ ജോസഫ് പാർലമെന്റ് അംഗം ആയപ്പോഴും അതിൽ മലയാളി സമൂഹത്തിന്റെ പങ്ക് തുലോം ചെറുതായിരുന്നെങ്കിൽ ഇന്നലെ ബിജോയ് സെബാസ്റ്റ്യൻ RCN എന്ന നഴ്സിംഗ് സംഘടനയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ യുകെയിലെ മലയാളി സമൂഹത്തിന്റെ ശക്തിയും ഒരുമയുമാണ് തെളിഞ്ഞു നിന്നത്. മുൻപ് RCN മേഖലാ തലത്തിലും മറ്റ് മലയാളികൾ മത്സരത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിലും കാര്യമായ വോട്ട് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത ചരിത്രമുള്ളപ്പോഴാണ് ബിജോയ് നേടിയ അസാധാരണവും അവിശ്വസനീയവും ആയ വിജയം ചരിത്ര നിർമ്മിതി ആകുന്നത്. ബിജോയ്ക്ക് വേണ്ടി മലയാളി സംഘടനകളും കൂട്ടായ്മകളും നഴ്സിംഗ് രംഗത്തെ സംഘടനകളുമൊക്കെ ശക്തമായ ക്യാമ്പയിൻ ചെയ്തപ്പോഴും ബ്രിട്ടീഷുകാരും ആഫ്രിക്കൻ വംശജരും ഒക്കെ നിറഞ്ഞ വോട്ടർമാരുടെ ഇടയിൽ മലയാളി കരുത്തു മാത്രം കൈമുതലാക്കി വിജയിച്ചു കയറാനാകുമോ എന്ന ശങ്കയാണ് ഇന്നലെ മാറിയതും വിജയം മലയാളികളുടെ സ്വന്തമായതും. വളരെ ചെറിയ വിഭാഗം നഴ്സുമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്തത് എന്നിരിക്കെ യുകെയിലെ മലയാളി നഴ്സുമാർ മനസ്സുവച്ചാൽ RCN പാനൽ ഒന്നാകെ പിടിച്ചെടുക്കാമല്ലോ എന്നാണ് ബിജോയ് സെബാസ്റ്റ്യന്റെ വിജയം പങ്കുവച്ച സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ വികാരം. രാജ്യത്തിനകത്തും പുറത്തും നിർണായകമായ പല റോളുകളും ഏറ്റെടുക്കേണ്ട ഫുൾ ടൈം ജോലി കൂടിയാണ് RCN പ്രസിഡന്റിന്റേത്. സ്ഥാനത്തിരിക്കുന്ന 2 വർഷക്കാലവും സംഘടനയുടെ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം നഴ്സുമാരുടെ ആവശ്യങ്ങൾക്കായി സംഘടനയെ ഒരുക്കിയെടുക്കുക എന്നത് പ്രധാനമാണ്. ഇപ്പോൾ നഴ്സുമാരുടെ വേതന വർധനവിനായി സമരം നടത്തുന്ന RCN സർക്കാർ നിശ്ചയിച്ച 5.5% വേതന വർധന തള്ളിയ സാഹചര്യത്തിൽ അടുത്ത നീക്കം എന്തെന്ന് തീരുമാനിക്കേണ്ടത് ബിജോയ് ഉൾപ്പെടെ ഇപ്പോൾ വിജയിച്ചെത്തിയ പുതിയ പാനൽ അംഗങ്ങളാണ്. നിലവിലെ ഭരണസമിതി ലിവർപൂളിൽ നടന്ന ലേബർ പാർട്ടി സമ്മേളനത്തിൽ എത്തി ആരോഗ്യ സെക്രട്ടറി അടക്കമുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെങ്കിലും സർക്കാർ ഇതുവരെ അനുകൂല നിലപാടിൽ എത്തിയിട്ടില്ല. അക്കാരണത്താൽ ബിജോയ് അടക്കമുള്ള പുതിയ RCN നേതൃത്വത്തിന് തലവേദന പിടിച്ച ദിവസങ്ങളാകും മുന്നിലെത്തുക. കൈകളിലെത്തിയ പുതിയ സ്ഥാനലബ്ധി പുറമേ നിന്നും കാണുന്നതിന്റെ 1000 മടങ്ങ് സമ്മർദ്ദം സൃഷ്ടിക്കാൻ സാധിക്കും വിധം വിപുലമായ ഉത്തരവാദിത്തം നിറഞ്ഞത് തന്നെയെന്ന് വ്യക്തമാണ്. ലേബർ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ബിജോയ്ക്ക് മുന്നോട്ടുള്ള വഴികളിൽ തടസ്സങ്ങൾ മറികടക്കാനും അത്തരം രാഷ്ട്രീയ ബന്ധങ്ങൾ ഒരു പരിധിവരെ സഹായകമായേക്കും എന്നാണ് ഇപ്പോൾ നഴ്സിംഗ് സമൂഹം ഒന്നാകെ ചിന്തിക്കുന്നത്. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ യുകെയിലെ നഴ്സിംഗ് സമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ ഗുണപരമായ മാറ്റത്തിന് പ്രയത്നിക്കും എന്ന ബിജോയുടെ വാക്കുകളിലുള്ള അമിത പ്രതീക്ഷ തന്നെയാണ് മലയാളി നഴ്സുമാരുടെ കൂട്ടത്തോടെയുള്ള വോട്ടൊഴുക്കിന് കാരണമായി മാറിയത്. 1 മാസത്തോളം നീണ്ട വോട്ടെടുപ്പിനെ തുടർന്നാണ് ഇന്നലെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ ലണ്ടൻ കിങ്സ് ഹോസ്പിറ്റൽ നഴ്സായ ബിജോയ് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. അനേകായിരം മലയാളി നഴ്സുമാർ വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന ഉറപ്പായ തെരഞ്ഞെടുപ്പ് വിജയമാണ് ബിജോയ് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ വ്യക്തമായത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ആശംസകളുമായി സോഷ്യൽ മീഡിയ സജീവമായതും മലയാളികൾ എത്ര ആകാംക്ഷയോടെയാണ് ഈ വിജയം കാത്തിരുന്നത് എന്നതും വ്യക്തമാകുന്നതായിരുന്നു.